നമസ്കാരം. UDF സർക്കാർ ധവളപത്രം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനുള്ള ധവളപത്രം ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു. സഭയുടെ മേശപ്പുറത്ത് വെച്ചു. അതാണ് ശരിയായ പ്രയോഗം. അതിനെ സംബന്ധിച്ച് തീക്ഷ്ണമായ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും നിയമസഭയ്ക്കുള്ളിൽ തന്നെ നടന്നു. പക്ഷെ പുറത്ത് ദൃശ്യമായൊരു രസകരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് സാധാരണ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആരോപണം, കാരണം ഈ ധവളപത്രമെന്ന് പറയുന്നത് ആത്യന്തികമായി വന്നു ഭവിച്ചിരിക്കുന്നത് മുൻ LDF സർക്കാരുകളുടെ 2 ടേമിലായി ഭരിച്ച് മുടിച്ചു തേച്ച് കഴുകി എന്ന് ധവളപത്രം അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ധവളപത്രം നമുക്ക് കാണിച്ചു തരുന്ന LDF സർക്കാരുകളുടെ പതനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയെക്കുറിച്ചോ ധൂർത്തിനെക്കുറിച്ചോ വെട്ടിപ്പിനെക്കുറിച്ചോ തട്ടിപ്പിനെക്കുറിച്ചോ ഒക്കെയുള്ള വിശദമായ വിവരങ്ങളാണ്. അല്ലെങ്കിൽ ഒരു വിശദ വിവരങ്ങൾ എന്നുള്ളതിനേക്കാൾ ഇത്ര കടം സംസ്ഥാനത്തിനുണ്ട്, അതിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ആ കടങ്ങൾ വന്നത്, ഇന്ന ധൂർത്തുകൾ ഉണ്ടായിരുന്നു, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒരു അക്കമിട്ട് നിരത്തുന്ന ഒരു രേഖയാണ് ഈ ധവളപത്രം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ സാധാരണ ഉണ്ടായാൽ, അവർ പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും അവരുടെ സ്വാധീനത്തിലുള്ള ബുദ്ധിജീവികൾ അതിനെ ഈ ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള കണക്കുകൾ നിരത്തി പ്രതിരോധിക്കുവാൻ ശ്രമിക്കും. അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഈ കുമാരപിള്ള സാറിൻ്റെ ഒരു ഭാഷയുണ്ടല്ലോ, അന്തർധാര സജീവമായിരുന്നു എന്നുള്ള ഭാഷയിൽ, ഇഫ് യു കനോട്ട് കൺവിൻസ് ദം കൺഫ്യൂസ് ദം എന്നുള്ള ആശയം കയ്യിലെടുത്ത്, അല്ലെങ്കിൽ ആ തത്വശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ ബുദ്ധിജീവികൾ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ശ്രമിക്കും. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, വെറും പരിഹാസത്തിലേക്ക്. അങ്ങനെയാണ് സതീശൻ ചെയ്തത്, സതീശൻ ഇത് വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരിക്കുവാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ ധവളപത്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ധവളപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളും അതിൻ്റെ പേരിലുള്ള പരിഹാസങ്ങളും, പിന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മോഡിഫിക്കേഷൻ ഒരു പൂക്കി സതീശനായി ഒരു ഉറപ്പ് കൊടുത്തിരുന്നത് ലംഘിച്ച് അത് പരിഹാസ്യമായ രീതിയിൽ, അത് പരിഹാസ്യം തന്നെയാണ്, ആ രീതിയിൽ ശ്രദ്ധ തിരിക്കലും ഒക്കെ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പൊതുമണ്ഡലങ്ങളിൽ. പക്ഷേ പ്രശ്നം എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. കൃത്യമായിട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ ധൂർത്ത് സംസ്ഥാനത്തെ 5 ലക്ഷം കോടിക്ക് മേലുള്ള ഒരു കടബാധ്യതയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഈ ധവളപത്രം ജനങ്ങളോട് വിളിച്ചു പറയുന്നു. ഈ ധവളപത്രത്തിൻ്റെ ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സതീശൻ്റെ ശ്രമത്തിലേക്കോ നമുക്ക് അവസാനത്തിൽ വരാം. ആദ്യം ഈ ധവളപത്രത്തെ ഒന്ന് വിശദമായിട്ടല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിൻ്റെ ഒരു പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളുടെ ഒരു ഞെട്ടിക്കുന്ന രീതികളും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു മേലോട്ടമായി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 77% സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 77% നാം ചിലവഴിക്കുന്നത് ശമ്പളം, പെൻഷൻ, എടുത്തിരിക്കുന്ന കടങ്ങളുടെ പലിശ, ഇത്രയും കാര്യങ്ങൾ തിരിച്ചടയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. ബാക്കി 23% വരുമാനത്തിൽ നിന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാൻ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ കയ്യിലുള്ളത്. ഇതാണ് ഈ ധവളപത്രത്തിൻ്റെ ഒരു രത്ന ചുരുക്കം. അതായത് 77% നാം ബാധ്യതകൾ തീർക്കുവാനും, ശമ്പളവും പെൻഷനും സർക്കാരിനെ സംബന്ധിച്ച് ബാധ്യത തന്നെയാണ്. ആളുകളിലേക്ക് ധനം എത്തുന്നുണ്ടെങ്കിൽ പോലും അതൊരു വികസനത്തിന് സഹായമാകുമോ എന്ന് ചോദിച്ചാൽ നേരിട്ടുള്ള രീതിയിലില്ല. പക്ഷേ 23% വികസന പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നു എന്നാണ് വെപ്പ്. മറ്റൊരു വെള്ളാനെ തീറ്റിപ്പോറ്റുന്നുണ്ട് കിഫ്ബി എന്നുള്ള പേരിൽ. അതായത് ബഡ്ജറ്റിന് പുറത്ത് പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ ഒരു സംവിധാനമായിട്ട് കടങ്ങൾ എടുക്കുകയും അതുവഴി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമാഹരിച്ച ധനം ചിലവഴിക്കുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് കിഫ്ബി എന്നുള്ളതായിരുന്നു അന്ന് വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയമായി ഇതിനെ കൊണ്ടുവന്നപ്പോൾ തോമസ് ഐസക്കും പിണറായി വിജയനും എല്ലാം അവകാശപ്പെട്ടത്. പക്ഷേ ആത്യന്തികമായി കിഫ്ബി ഇപ്പോൾ വന്നു ഭവിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു ബാധ്യതയായിട്ട് തന്നെയാണ്. സർക്കാരിൻ്റെ ബഡ്ജറ്റിനൊക്കെ പുറത്തുള്ള ഒരു സംവിധാനമാണെങ്കിൽ കൂടി ഈ സംവിധാനം വരുത്തി വയ്ക്കുന്ന കടങ്ങളുടെ എല്ലാം ബാധ്യത സർക്കാരിന് തന്നെയാണ് എന്നുള്ളതാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വിധം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ബാധ്യത മാത്രം ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെ സൃഷ്ടിച്ച് ആ സംവിധാനത്തിലൂടെ സമാഹരിച്ച ധനം ധൂർത്തിനും ആഡംബരത്തിനും പരസ്യങ്ങൾക്കുമൊക്കെ വേണ്ടി ചിലവഴിച്ച് വെട്ടിക്കലിനുണ്ടായിരുന്നോ എന്നുള്ളത് തുടർന്നുള്ള അന്വേഷണങ്ങളിലെ പുറത്തു വരികയുള്ളൂ. എന്തായാലും ധൂർത്തിന് വേണ്ടിയിട്ടും, കാരണം ഈ സമാഹരിക്കുന്ന ധനത്തിൽ നിന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 77% ഒഴിവാക്കാൻ പറ്റാത്ത ചിലവുകളുണ്ട്. ശമ്പളം, പെൻഷൻ, പലിശ തിരിച്ചടയ്ക്കൽ, ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 23% ധനത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. ഒപ്പം കിഫ്ബി സമാഹരിക്കുന്ന ധനത്തിൽ നിന്നും. ഇനി കിഫ്ബി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ
മുതലീട് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ഈ 3 ജില്ലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ മുതലീടുകൾ കിഫ്ബി നടത്തിയിട്ടുള്ളത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിലവായിരിക്കുന്നത് ഏതാണ്ടൊരു മുഴുവൻ തുകയുടെ 20% ഈ ജില്ലകൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഏറ്റവും അധികം ചിലവഴിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ കിഫ്ബി സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ വരുത്തി വച്ചിരിക്കുന്ന ബാധ്യത എന്ന് പറയുന്നത് ഏതാണ്ട് 20,000 കോടിക്ക് മേലെയാണ്, 21,000 കോടിക്ക് മേലെയാണ്. ഈ ഒരു കണക്കുകൾ ഒരു മേലോട്ടമായി പറഞ്ഞു പോകുന്നത് കൃത്യമായിട്ട് ആ ധൂർത്തിൻ്റെ ഒരു ഭീകരത പ്രേക്ഷകർക്ക് മനസ്സിലാകുവാൻ വേണ്ടി രത്ന ചുരുക്കത്തിൽ പറയുകയാണ്, ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. വിശദമായിട്ടുള്ള ഈ ധവളപത്രത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച പ്രേക്ഷകർ ആവശ്യപ്പെട്ടാൽ സാമ്പത്തിക വിദഗ്ധരുമായിട്ട് തന്നെ ചെയ്യാം. കാരണം ഈ ഓരോ ഭാഗവും ഇതിൻ്റെ ഓരോ ഘടകവും വരുത്തി വച്ചിരിക്കുന്ന കടത്തിൻ്റെയും ബാധ്യതയുടെയും എല്ലാം ഓരോ ഭാഗവും ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഞാനിതൊരു മേലോട്ടമായിട്ടൊരു ശതമാന കണക്ക് വെച്ചിട്ട് മാത്രം പറയുന്നതാണ്. ഇനി കിഫ്ബിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കിഫ്ബി വരുത്തി വെച്ചിരിക്കുന്ന ബാധ്യത ഒരു വശത്ത്, ഇനി മറുവശത്ത് ഓവർ ഡ്രാഫ്റ്റിലാണ് സംസ്ഥാനം ഓടുന്നത്. കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കെടുത്ത് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഈ സ്പെഷ്യൽ വിഡ്രോവലുണ്ട്, അലവൻസ് പോലെ സ്പെഷ്യൽ ഡ്രോയിങ് റേറ്റ് ഉണ്ട്. റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കാനുള്ളൊരു അവകാശം, അത് ഏറ്റവും കുറഞ്ഞ പലിശയിലായിരിക്കും വരുന്നത്. പിന്നെയുള്ളത് വെയ്സ് ആൻഡ് മീൻസ് അലവൻസസ് എന്ന് പറയുന്നു, WMA എന്ന് പറയുന്നത്, അത് 1% കൂടുതലാണ് സാധാരണ നിരക്കിൽ നിന്ന്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 2% കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തിൽ ഏതാണ്ടൊരു 300ഓളം ദിവസങ്ങൾ, 282 ദിവസങ്ങൾ, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, 282 ദിവസങ്ങൾ സംസ്ഥാനം ഓടിക്കൊണ്ടിരുന്നത് വെയ്സ് ആൻഡ് മീൻസ് അലവൻസിലായിരുന്നു. സാധാരണ നിരക്കിൽ നിന്ന് 1% കൂടുതൽ പലിശയ്ക്ക് കേരള സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുത്ത ഒരു തുകയിലായിരുന്നു 282 ദിവസം ഓടിക്കൊണ്ടിരുന്നത്. ബാക്കി ദിവസങ്ങൾ ഓവർ ഡ്രാഫ്റ്റിലും 2% കൂടുതൽ പലിശ. ഇതായിരുന്നു സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ രീതി കഴിഞ്ഞ 10 വർഷങ്ങളായി. ഇതേ കണക്ക് തന്നെയാണ് ഈ വെയ്സ് ആൻഡ് മീൻസ് അലവൻസ്, ഓവർ ഡ്രാഫ്റ്റ്, വെയ്സ് ആൻഡ് മീൻസ് അലവൻസ്. ഈ രീതിയിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതി ഇടതുപക്ഷ സർക്കാർ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ കേരള യാത്ര എന്നുള്ള പേരിൽ ബസ്, ധൂർത്ത്, മുഖ്യൻ്റെ വിദേശയാത്രകൾ, മറ്റ് മന്ത്രിമാരുടെ ആഡംബരങ്ങൾ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കും. 15,000 രൂപയുടെ കണ്ണാടി വാങ്ങിയത് മുതൽ മെഡിക്കൽ അലവൻസസിൽ എഴുതി ചേർത്ത് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങുന്ന മന്ത്രിമാർ തുടങ്ങി മുഖ്യൻ്റെയും കുടുംബത്തിൻ്റെയും വിദേശയാത്ര വരെ ഈ ധൂർത്തുകൾ പെടുന്നതാണ്. ആ ധൂർത്തുകളുടെ ചിലവുകൾ വഹിച്ചിരുന്നത് ഓവർ ഡ്രാഫ്റ്റ് എടുത്ത കാശാണ്. അതിൻ്റെ കടബാധ്യത ആത്യന്തികമായി വന്നു ഭവിക്കുന്നത് കേരള ജനതയുടെ മേലാണ്. ഇതായിരുന്നു ആ ധൂർത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം. ഇനി ഈ ധവളപത്രം അവതരിപ്പിച്ച് ഈ ധൂർത്തിൻ്റെ ഒരു മുഴുവൻ ചിത്രവും കേരള ജനതയുടെ മുൻപിൽ VD സതീശൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അത് സത്യമാണ്. ധൂർത്തനായിരുന്നു പിണറായി വിജയൻ്റെ സർക്കാരിലുള്ള മന്ത്രിമാർ. മൊത്തമായിട്ട് LDF എന്നുള്ളതൊരു ധൂർത്ത ഭരണത്തിലൂടെ കേരളത്തെ മുടിച്ച് തേച്ച് കഴുകി എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്ക് വിവരങ്ങൾ ശതമാനം കുറിച്ച് ഇന്ന പട്ടികയ്ക്ക് നേരെ ഇത്ര ശതമാനം ധൂർത്തുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല എന്നുള്ളത് ഒഴിച്ചാൽ ധൂർത്തുണ്ടായിരുന്നു, വെട്ടിക്കലുണ്ടായിരുന്നു, കെടുകാര്യസ്ഥത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ജനത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് 35 സീറ്റിൽ ഒതുക്കി LDFനെ കേരള ജനത മൂലക്കിരുത്തിയത്. ഇത് നേരത്തെ അറിയാമായിരുന്നു, കോൺഗ്രസിനും ഇതറിയാമായിരുന്നു. ഇനി സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന് 5 ലക്ഷം കോടിക്ക് മേലുണ്ടെന്നുള്ള ഒറ്റ കാരണം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ തന്നെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന KSRTC ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങൾക്ക് മേൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ UDF നൽകിയിരുന്നു. അവയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുവാനോ അവയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഷ്കരണം വരുത്തുവാനോ അല്ലെങ്കിൽ തിരുത്തലുകൾ എന്നുള്ളത് ഈ സംവിധാനങ്ങളുടെ KSRTC പോലുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളിലല്ല, ഞാൻ പറഞ്ഞു വാഗ്ദാനങ്ങളിൽ തിരുത്തലുകൾ വരുത്തുവാനോ ആണ് VD സതീശൻ്റെ ശ്രമമെങ്കിൽ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ അതിന് നേരെ ഉണ്ടാകും. അതും വ്യക്തമായ കാര്യമാണ്, സത്യസന്ധമായൊരു കാര്യമാണ്. കാരണം വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് പാലിക്കാവുന്ന വാഗ്ദാനങ്ങളായിരിക്കണം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇത്തരത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നൊരു സമയത്ത്, കാരണം അവരുടെ ധൂർത്ത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ പുറത്തു വന്ന് ജനങ്ങൾക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു ഭീകരതയുടെ ഒരു തീക്ഷ്ണത മനസ്സിലായ ഒരു അവസരത്തിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ളൊരവസരം അവർക്ക് ലഭിച്ചാൽ അവരത് കൈവിടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ വരും. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ എന്നുള്ളത് എപ്പോഴും
ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകി വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തിയ ഒരു സർക്കാരിൻ്റെ ആദ്യ ബാധ്യത എന്ന് പറയുന്നത് ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനുള്ള ധനം കണ്ടെത്തുക, അതിനുള്ള വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ, ധനകാര്യമന്ത്രിയുടെ ഈ 2 ചുമതലകളും അദ്ദേഹം തന്നെയാണ് വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള ആദ്യത്തെ വെല്ലുവിളി, ആ വെല്ലുവിളി ഏറ്റവും സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ മുകളിൽ വരാൻ പോകുന്നത് ബി.ജെ.പി. ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഇതിൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനത്തിൻ്റെ നന്മ എന്നുള്ളത് ശരി, വാഗ്ദാനങ്ങൾ പാലിക്കണം, അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയമുണ്ട് ഇതിൽ. കാരണം ജനത്തിനോട് ഈ വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുവാനുള്ളൊരു അവസരം കിട്ടിയാൽ രാഷ്ട്രീയ എതിരാളികൾ അത് കൈവിട്ട് കളയില്ല. അത് ബി.ജെ.പിയും അതെ. അല്ലാതെ വി.ഡി. സതീശനല്ലേ, പാവമല്ലേ, നമ്മുടെ ആളല്ലേ എന്നുള്ള രീതിയിൽ അവർ 1 വർഷം കൊടുത്തേക്കാം, വാഗ്ദാനങ്ങൾ പാലിക്കുമോ എന്ന് നോക്കാം എന്ന് കരുതി നിശബ്ദരായിരുന്നാൽ രാഷ്ട്രീയമായി ബി.ജെ.പി. പോലും കാണിക്കുന്ന ഒരു മണ്ടത്തരമായിരിക്കും അതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ളൊരവസരത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വീഴ്ച സതീശൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും സതീശന് നേരെയുള്ള ആരോപണങ്ങളായി അത് ഉയർന്നു വരും. ഇടതുപക്ഷം അത് ഉപയോഗിക്കും, ഒരുപക്ഷെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കും. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള നിരവധി അവസരങ്ങൾ തുറക്കുവാനുള്ള ചില ആശയങ്ങൾ സതീശൻ ഈ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ നിയമസഭയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണമാണത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം അപ്പോൾ തെരുവിലിറങ്ങി പൊട്ടിത്തെറിക്കും. കാരണം ഇതെല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലിരിക്കണം, എന്നിട്ടത് മുടിച്ച് തേച്ച് കഴുകി നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ച് ഒടുവിലെല്ലാം ചിന്നിച്ചിതറി പോകണമെന്നുള്ളതാണ് അനാദികാലം എന്ന് ഞാൻ പറയുന്നത് റഷ്യയുടെ കമ്മ്യൂണിസത്തിലേക്കുള്ള പതനത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിൻ്റെ പതനം മുതലുള്ള വരെയുള്ള കാലമുണ്ടല്ലോ, അതാണ് കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് അനാദികാലം. ആ അനാദികാലം മുതലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു തത്വശാസ്ത്രവും അവർ പിന്തുടരുന്നൊരു നടപടിക്രമവും ഇത് തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് എല്ലാം സർക്കാർ നിയന്ത്രിച്ച് ഒടുവിൽ എല്ലാം കെടുകാര്യസ്ഥതയിലൂടെ നശിപ്പിച്ച് മുടിച്ച് തേച്ച് കഴുകി എല്ലാം ചിന്നിച്ചിതറിപ്പോകണം. റഷ്യ പോയതുപോലെ, സോവിയറ്റ് റഷ്യ ചിന്നിച്ചിതറിപ്പോയതുപോലെ, അതാണ് കമ്മ്യൂണിസം. അത്തരത്തിലുള്ളൊരാശയം കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റലിസം നമ്മുടെ ശത്രുവാണല്ലോ. ക്യാപിറ്റലിസത്തിൻ്റെ ഈറ്റില്ലമെന്ന് പറയപ്പെടുന്ന അമേരിക്കയിൽ നമ്മുടെ കാരണബോധന് ചികിത്സിക്കാൻ പോകാം. അദ്ദേഹത്തിൻ്റെ മുതുകിലോ പുറകിലോ വല്ലോ കുരു വന്നാൽ ചികിത്സിക്കാൻ ക്യാപിറ്റലിസത്തിൽ തന്നെ പോകണം. അല്ലാതെ ഉള്ള കാലത്തോളം പഴയ റഷ്യ, മധുരമനോജ്ഞ ക്യൂബ, ചങ്കില ചൈന, ഇവയൊക്കെയാണ് നമ്മുടെ ആദർശ രാജ്യങ്ങൾ. ചൈനയെ ആദർശ രാജ്യമായിട്ട് എടുക്കുന്നത് ഒരു ഇരുമ്പ് മറയെ സംബന്ധിച്ച് മാത്രമാണ്. ചൈന അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സാമ്പത്തിക മേഖലകളിൽ പ്രാവർത്തികമാക്കുന്ന ക്യാപിറ്റലിസത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ ഇവർ കണ്ട ഭാവം നടിക്കില്ല. കാരണം വല്ല ഫണ്ടും ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചൈനയിൽ നിന്നാണ്. എന്തിനത് വെറുതെ ഇല്ലാതാക്കണം? അവിടെ ചെന്ന് ചൈനീസ് എംബസിയുടെ അവിടെ മുന്നിൽ ചെന്നോ അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് നിന്ന് വാകൈ പൊത്തി നിന്നാൽ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പെട്ടിയോ അല്ലെങ്കിൽ സമ്മാനമോ കൊടുത്തു വിട്ടേര്. ഈ എണ്ണയും അരിയും തോർത്തും കൊടുത്തു വിടുന്നത് പോലെ കൊടുത്തുവിടും ചൈനക്കാർ. അതെന്തിന് ഇല്ലാതാക്കണമെന്നുള്ള രീതിയിൽ ചൈനയെ വിമർശിക്കാൻ അവർ തയ്യാറാവുകയില്ല. ചൈനയുടെ സാമ്പത്തിക ശാസ്ത്രത്തെ അല്ലെങ്കിൽ സാമ്പത്തിക തത്വശാസ്ത്രത്തെ, ചൈന പിന്തുടരുന്ന സാമ്പത്തിക തത്വശാസ്ത്രത്തെ അവർ വിമർശിക്കില്ല. പക്ഷേ പറയുമ്പോൾ നമുക്ക് എല്ലാം സോഷ്യലിസമാണ്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു ദുഷ്ടശക്തിയാണ്. ക്യാപിറ്റലിസം ഈസ് ഈവിൾ, സോഷ്യലിസം ഈസ് ഗുഡ് എന്നുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കറുപ്പും വെളുപ്പും മാത്രമുള്ളൊരു ചിത്രമാണ് അവർ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യവൽക്കരണം എന്നുള്ള ഒരു ആശയം സതീശൻ ഒരല്പം ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയാൽ ആ നിമിഷം മുതൽ കേരളത്തിൻ്റെ തെരുവുകൾ കലാപകലുഷിതമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ മുമ്പിലുള്ള മറ്റൊരു വെല്ലുവിളിയാണ്. ഈ ഒരു സ്വകാര്യവൽക്കരണം നരേന്ദ്രമോദി ചെയ്യുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ അത് വളരെ രസകരമായി തന്നെ പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി ചെയ്യുമ്പോൾ അത് വിറ്റഴിക്കലും നമ്മൾ ചെയ്യുമ്പോൾ അത് വികസനപരതയും ആണെന്നുള്ള പറയുമല്ലോ. ബാക്കിയല്ല, ബി.ജെ.പി. വർഗീയ പാർട്ടിയും മുസ്ലിം ലീഗ് സ്വർഗീയ പാർട്ടിയും എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യം തന്നെ ഇത് ഇക്കാര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്തായാലും വളരെയധികം കലുഷിതമായൊരു കാലഘട്ടത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ മുൻപിലുള്ള വെല്ലുവിളികൾ പലതാണ്. ആ വെല്ലുവിളികളിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി അവരുടെ മുൻപിൽ നിൽക്കുവാൻ പോകുന്നത് ധനസമാഹരണമാണ്. ആ ധനസമാഹരണത്തിലുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തുവാനുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ എല്ലാ ചുവടുകളിലും ആ
ചുവടുകൾക്ക് കീഴെ കുഴിബോംബ് വയ്ക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഇടതുപക്ഷമെന്ന ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു മുന്നണിയാണ്. ആ ഇടതുപക്ഷ മുന്നണി ഒരു തകർച്ചയുടെ വക്കിലേക്ക് പോകുന്ന കാര്യങ്ങൾ എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ആ തകർച്ചയിൽ നിന്ന് പോലും ഒരു പക്ഷേ കരകയറി വരാനുള്ളൊരു മാർഗമായി അവർ ഈ വി.ഡി. സതീശൻ സർക്കാരിനെ ഓരോ ചുവടിലും ഈ കുഴിബോംബ് വയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പ്രക്രിയയെ കണ്ടേക്കാം, അല്ലെങ്കിൽ ആ ഒരു നടപടിയെ കണ്ടേക്കാം. കാരണം അണികളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടാൽ നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടി വരും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്വകാര്യവൽക്കരണം സംബന്ധിച്ച ആശയത്തിനെതിരെ ഇടതുപക്ഷം അടങ്കം തെരുവിലിറങ്ങുകയും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി ക്രമസമാധാന പ്രശ്നത്തിന് കൈവിട്ടു പോകാതിരിക്കാൻ പോലീസ് എന്തെങ്കിലും കടുത്ത നടപടി എടുക്കുകയും മറ്റൊരു കൂത്തുപറമ്പുണ്ടാവുകയും ചെയ്തു എന്നുള്ളൊരു സാഹചര്യം സങ്കല്പിച്ച് നോക്കുക. ഇടതുപക്ഷത്തിൽ നിന്ന് CPIക്ക് അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങി മാറിയിരിക്കുവാൻ സാധിക്കില്ല. അവർക്കും പിണറായി വിജയനോടൊപ്പം നിന്ന് വി.ഡി. സതീശനെതിരെ മുദ്രാവാക്യം വിളിച്ചേ മതിയാകൂ. അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഇടതുപക്ഷം കാത്തിരിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇന്നോളം അവർ നേരിട്ടിട്ടില്ലാത്തൊരു പ്രതിസന്ധിയാണ്, രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും. അതിൽ നിന്ന് കരകയറി വരുവാൻ എന്ത് മാർഗം കിട്ടിയാലും അവർ ഉപയോഗിക്കും, എന്ത് ഹീനമായ മാർഗവും അവർ സ്വീകരിക്കും. വി.ഡി. സതീശൻ നല്ല രാഷ്ട്രീയക്കാരനാണ്, സംശുദ്ധ രാഷ്ട്രീയം പിന്തുടരുന്ന ആളാണെന്നല്ല ഞാൻ പറഞ്ഞത്. വി.ഡി. സതീശനാണ് ഇപ്പോൾ അവരുടെ മുൻപിൽ ആ മാർഗങ്ങൾ തുറന്നു കൊടുക്കുവാനുള്ള ഒരു താക്കോലായി അവർ കാണുന്നത്. അതും വി.ഡി. സതീശൻ അറിയാം. കാരണം ഏതാണ്ട് കണക്ക് ശരിയാണെങ്കിൽ 25 വർഷങ്ങളുടെ ഒരു നിയമസഭാ സാമാജികത്വത്തിലെ പരിചയം അദ്ദേഹത്തിനുണ്ട്. അതിനു മുൻപ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട്. 61 വയസ്സായി, തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും. അതിന് എന്ത് പ്രതിരോധ നടപടികൾ അദ്ദേഹം സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇക്കൂട്ടത്തിൽ 3 BJP MLA-മാർ നിയമസഭയിലുണ്ടെന്നുള്ള കാര്യം പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം ഗീർവാണം അടിച്ചതുപോലെ സതീശൻ മറന്നുപോയാൽ അതും സതീശൻ്റെ മുൻപിൽ വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതാണ് കേരളത്തിൻ്റെ ധവളപത്രം. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ധവളപത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയുടെ ധവളപത്രത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഇത് പ്രേക്ഷകരുമായൊരു ഒന്ന് പങ്കുവെച്ചത്. ഇനി വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങളിൽ ഓരോന്നായി സംഭവിക്കുമ്പോൾ അതെല്ലാം പ്രത്യേകം എടുത്ത് നമുക്ക് വിശകലനം ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ മൊത്തമായി ഈ കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അറിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇടതുപക്ഷത്തിൻ്റെ ഒരു കെടുകാര്യസ്ഥതയെക്കുറിച്ച്, ഇനി വി.ഡി. സതീശൻ്റെ സർക്കാർ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച്, അത് പാലിക്കുവാൻ അവരെന്ത് നടപടികൾ എടുക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതെല്ലാം സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.